വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുകയാണ്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി. നടപടികളിൽ നിന്നും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിലക്കണമെന്നാണ് ആവശ്യം. ബുധനാഴ്ച ഈ വിഷയത്തിൽ വാദം കേൾക്കും. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് നമ്മുടെ ഉന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ 20-ാം തീയതി പമ്പാമണപ്പുറത്ത് ഇത്തരമൊരു സമ്മേളനം നടത്തുവാൻ സർക്കാർ ഒരുക്കങ്ങൾ തിടുക്കത്തിൽ നടത്തുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പറയൂ ജിഷ്ണു. 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ നൽകുകയും ആ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുന്നത്. ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയാണ് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം. അതുകൊണ്ട് തന്നെ അത് തടയേണ്ടതുണ്ട്. നിലവിൽ ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇത്തരം പരിപാടികൾ നടത്താൻ സർക്കാരിന് അനുമതി നൽകിയാൽ ഭാവിയിലും മത ആചാരങ്ങളുടെ അല്ലെങ്കിൽ മതസംഗമങ്ങളുടെ പേരിൽ സർക്കാർ രാഷ്ട്രീയ പരിപാടികൾ നടത്തും. കൂടാതെ പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെ മുൻപ് ഇത്തരം പരിപാടികൾ നടത്തരുത് എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമം. അതിനുമപ്പുറം പ്രധാനപ്പെട്ട മറ്റൊരു വാദമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ പണം എന്നുള്ളത് അത് ദേവന്റെ പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗമം നടത്താനോ രാഷ്ട്രീയ പരിപാടി നടത്താനോ ആകില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഹർജിയാണ് ഇപ്പോൾ ബുധനാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയിട്ടുള്ള VC അജികുമാറും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അതിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സംഗമം അത് സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടിയാണ്, അത് വന നിയമങ്ങൾക്കെതിരാണ്, പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണ് തുടങ്ങിയ വാദങ്ങളാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്കും എത്തിയത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉപാധികളോടുകൂടി ദേവസ്വം ബോർഡിനും സർക്കാരിനും അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയെങ്കിൽ പോലും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങൾ നടത്തും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഗൗതം. ജിഷ്ണു, ഇതിൽ ഏറ്റവും സുപ്രധാനമാകുന്നത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഈ പരിപാടി നടത്തുവാനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ സർക്കാരിൻ്റെ ക്ഷണപ്രകാരം എത്തുന്ന VIP-കൾക്കുള്ള പവലിയനുകൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പ്രത്യേക പരിഗണന അടിസ്ഥാനത്തിൽ സാധാരണയായി അയ്യപ്പ ഭക്തർക്കിടയിൽ വ്യത്യാസങ്ങളില്ല എന്നത് തന്നെയാണ് ശബരിമലയുടെ സവിശേഷത. എന്നാൽ ഇതിൽ കൂടുതൽ പൈസ കൊടുക്കുന്നവർക്ക് മുന്നിൽ ഇരിപ്പിടം, അത്തരം മുറികൾ, അങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ ഒരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്ന ഘട്ടത്തിലാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കാൻ ഒരുങ്ങുന്നത്, ബുധനാഴ്ച വാദം കേൾക്കുന്നത്. ഗൗതം, തീർച്ചയായും പരിപാടിയുമായി മുൻപോട്ട് പോകാനാണ് ദേവസ്വം ബോർഡും സർക്കാരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ ശബരിമലയിൽ പണത്തിന്റെ പേരിൽ ഭക്തർക്ക് ഉണ്ടാക്കുന്ന വേർതിരിവ്, ഭക്തരിൽ ഉണ്ടാകുന്ന പണം, കൂടുതൽ പണം നൽകുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും ദർശനത്തിനുള്ള സൗകര്യങ്ങളും താമസ സൗകര്യവും ഉൾപ്പെടെ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഭക്തരെ പണത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൂടാതെ ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്ന ഒരു വാദം എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ദേവസ്വം ബോർഡ് ഒരു വാർഷിക പരിപാടി നടത്തുമ്പോൾ അത് പൂർണ്ണമായും എങ്ങനെ തടയും എന്നുള്ളതായിരിക്കും ആ കോടതി ചോദിക്കുക. അതേ സമാനമായിട്ടുള്ള വാദമായിരുന്നു ഹൈക്കോടതിയിലും ദേവസ്വം ബോർഡും സർക്കാരിനും വേണ്ടിയും അത്തരത്തിലൊരു വാദം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതും സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള വാദം ദേവസ്വം ബോർഡിന്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് പമ്പയിൽ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഹൈക്കോടതി ചില ഉപാധികളും കർശനമായിട്ടുള്ള ചോദ്യം, എന്തിനാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്, എന്താണ് ഈ പരിപാടിയുടെ ഉദ്ദേശം, അതിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിരിക്കണം തുടങ്ങിയിട്ടുള്ള ഉപാധികളും നിർദ്ദേശങ്ങളും ഹൈക്കോടതി വെച്ചിരുന്നു. സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നിരീക്ഷണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പരിപാടി വന നിയമങ്ങൾക്കെതിരാണെന്നും പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്ത് ഉത്തരവുണ്ടാകും, എന്ത് നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഹർജിയിലെ വാദം എന്നുള്ളത് ആഗോള അയ്യപ്പ സംഗമം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന പമ്പയിൽ 20-ാം തീയതി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം തടയേണ്ടതാണ്. സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടിയാണ്. ദേവസ്വം ബോർഡിന്റെ ദേവന്റെ പണം എടുത്തുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. വന നിയമത്തിനെതിരാണ്, പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഇത്രയും ശക്തമായ
ശക്തമായ വാദങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദം നിയമത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ കോടതികൾക്ക് മുൻപിൽ ഈ അയ്യപ്പ സംഗമം എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി എന്ന രീതിയിൽ